പാർട്ട് 3 ബാക്കി 34 ചോദ്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കുറച്ച് മാത്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി മാത്സും കൂടെ ഉണ്ടാകും. 67ാമത്തെ ചോദ്യം, 85 രൂപ വിലയുള്ള ഒരു പാത്രം 10% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ സി 93 രൂപ 50 പൈസ. 68 8 ഇഷ്ടികയുടെ ഭാരം 20.4 കിലോഗ്രാം എങ്കിൽ 5 ഇഷ്ടികയുടെ ഭാരം എത്ര? ആൻസർ ഓപ്ഷൻ ബി 12.75 കിലോഗ്രാം. 69 0.2 ഹോൾ സ്ക്വയർ ഈക്വൽ 0.04. അങ്ങനെയെങ്കിൽ 0.02 ഹോൾ സ്ക്വയർ എത്ര? ആൻസർ ഓപ്ഷൻ സി 0.0004. 70 -3 × 4 × 5 × -8 ഈക്വൽ. ആൻസർ ഓപ്ഷൻ ബി 480. 71 fill up using the opposite of the word underlined. He was dashed by the Tower Court but acquitted by the High Court. Answer option A condemned. He was condemned by the Tower Court but acquitted by the High Court. 72 fill up the blank using suitable phrasal verb. The meeting has been dash again. Answer option D put off, that means postpone. 73 choose the correct option. The dash in bracket go home after they had finished their work. Answer option A went. They went home after they had finished their work. 74 if she had taken a taxi, she the station in time. Answer option D. If she had taken a taxi, she would have reached the station in time. 75 you dash stop smoking. Answer option C had better. You had better stop smoking. 76 if I were a bird. Options A I would have flown away, B I would fly away, C I will fly away, D I will have flown away. Answer option B I would fly away. 77 he congratulated me dash my success. Answer option C on. He congratulated me on my success. 78 he has been ill dash 3 days. Answer option D for 3 days. He has been ill for 3 days. 79 I am very late dash. Answer option A aren't I. 80 find out the synonym of synopsis. Answer option C precise. Synonym of synopsis is precise. Psychology level questions ആണ്. 81 പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം അമൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടം ഏത്?
ആൻസർ ഓപ്ഷൻ ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം. 81 ആൻസർ ഓപ്ഷൻ ബി. 82 സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ. 83 പ്രശ്നപരിഹരണത്തിനും വായനക്കുമുള്ള പ്രധാന പഠനതന്ത്രമായി ഒരു അധ്യാപകൻ സഹകരണാത്മക പഠനത്തെയാണ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. പഠനത്തെക്കുറിച്ച് ഈ അധ്യാപകന്റെ കാഴ്ചപ്പാടിൽ പെടാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വ്യക്തിഗതമായ അനുഭവങ്ങളിൽ ഊന്നിയുള്ളതും വ്യക്തിപരമായ അറിവിൻ്റെ നിർമ്മിതിയിലേക്ക് നയിക്കുന്നതുമായ പ്രക്രിയയാണ് പഠനം. 84 രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടിയിൽ ഭാഷാ വികസനം നടക്കുന്നത് എന്ന് സൂചിപ്പിച്ച മനഃശാസ്ത്ര സമീപനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി വ്യവഹാരവാദം. 85 കുട്ടികൾ ആദ്യമായി സംസാരിക്കുന്ന വാക്കുകളിൽ മിക്കവാറും എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി മൂർത്ത വസ്തുക്കൾ. 86 എൽ.എസ്. വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം അറിവ് എന്നത്? ആൻസർ ഓപ്ഷൻ ബി സാമൂഹ്യ ഇടപെടലുകളിലൂടെ വ്യക്തികൾ അറിവ് നിർമ്മിക്കുന്നു എന്നതാണ് വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം അറിവ്. 87 പഠന വൈകല്യത്തിനുള്ള കാരണമായി പരിഗണിക്കാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ബുദ്ധിപരമായ കഴിവുകളിലെ വ്യത്യാസം. 88 ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധിപരമായ കഴിവുകളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി സർഗാത്മക ചിന്ത. 89 ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ്ങ് കുട്ടികൾക്ക് നൽകുക. 90 KCF 2005 അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന പഠന രീതികളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ലെക്ചർ പഠനം. 91 ചുവടെ ചേർത്ത പരാമർശങ്ങളിൽ കുട്ടിയുടെ തുടർന്നുള്ള പഠനത്തെ ഗുണകരമായി ബാധിക്കുന്ന ഫീഡ്ബാക്ക് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഹാഷിമിൻ്റെ ചിത്രമാണ് ക്ലാസ്സിൽ മികച്ചത്. 92 പഠനത്തിൽ കുട്ടിക്ക് എത്താൻ കഴിയുന്ന വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിലേക്ക് നയിക്കാൻ പര്യാപ്തം അല്ലാത്തത് ഏത്?
ആൻസർ ഓപ്ഷൻ എ. ഭാഗികമായി പ്രശ്ന പരിഹരണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൽ. ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ചുമർ മാസികയുടെ ലേഔട്ട് തയ്യാറാക്കൽ. 94. നവജാത ശിശുവിൻ്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം. ആൻസർ ഓപ്ഷൻ ഡി. ജനന സമയത്ത് ശിശുവിൻ്റെ ഭാരം നവജാത ശിശുവിൻ്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ്. 95. ഡിപ്രഷൻ അനുഭവിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. ആരോഗ്യകരമായ സുഹൃത്ത് ബന്ധങ്ങൾ. 96. കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതയിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി. കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം കളിയിൽ ഏർപ്പെടാൻ അനുവദിക്കുക. 97. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത്. ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ ബി. കൗൺസിലിംഗ് നടത്തുക. 98. ഗണിതപരമായ അഥവാ കൺസർവേഷൻ സ്കില്ലിൽ കുട്ടി ആദ്യം ആർജിക്കുന്നത്. ഗണിതപരമായ കൺസർവേഷൻ സ്കില്ലിൽ കുട്ടി ആദ്യം ആർജിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ. പ്രതല വിസ്തീർണം അഥവാ വലിപ്പം. 99. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ലിക്കർട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ. മനോഭാവം അളക്കാൻ. 100. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ്. ആൻസർ ഓപ്ഷൻ എ. ആശയ രൂപീകരണം. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ സ്കോറും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.